പൗലോസ് എബ്രായലേഖനം 12 അധ്യായം അതിൻ്റെ 1 വാക്യത്തിൽ പറയുക, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ആ പോയിന്റ് ശ്രദ്ധിക്കുക. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും. അപ്പം ഈ പാപത്തെയും ഭാരത്തെയും ഒരേ രീതിയിലാണ് പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഭാരം ചുമക്കുന്നതും പാപം ചെയ്യുന്നതും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഭാരമെന്ന് പറയുന്നത് നാം പാപം ചെയ്യുന്നതിന് തുല്യമാണ് പൗലോസ് കണക്കാക്കുന്നത്. പൗലോസ് മാത്രമല്ല, യേശു കർത്താവും മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ഒരുപാട് ചിന്തിക്കരുത്, നാളത്തെപ്പറ്റി എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കരുത്, ആകുലപ്പെടരുത്. ഇങ്ങനെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണമെങ്കിൽ നമ്മൾ ഈ മുറുകെ പറ്റുന്ന പാപവും ഭാരവും ഒഴിയുക. അപ്പോൾ ഈ ഭാരം കൊണ്ട് നടക്കുന്നവരാണ് നമ്മളെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അത് ഒഴിച്ചു മാറ്റുക. അങ്ങനെ ഒഴിച്ചു മാറ്റിയില്ലെങ്കിൽ നമ്മുടെ ദൂരം കൂടും, നമ്മുടെ വേഗത കുറയും. നമുക്ക് തന്നെ അറിയാം, ഒരു വലിയ ഭാരം നമ്മുടെ ചുമലിലുണ്ടെങ്കിൽ നമുക്ക് സ്പീഡിൽ ഓടാൻ കഴിയത്തില്ല. എന്നതുപോലെ തന്നെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ പോയിന്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ഷനിലേക്ക് കൃത്യമായി ഓടിയെത്താൻ പറ്റാത്ത ഒരു കാരണം കൂടിയാണ് ഭാരം. അപ്പം മറക്കരുത്, നമ്മുടെ ജീവിതത്തിൽ ഭാരമുണ്ടെങ്കിൽ അത് മാറുക. നാളത്തെ പറ്റി ചിന്തിക്കരുത്, എല്ലാം കർത്താവ് കരുതിക്കോളും എന്ന ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. നമ്മുടെ ദിവസമാണ്. ഗോഡ് ബ്ലെസ് യു.